ഏവർക്കും നമസ്കാരം. ജ്യോതിഷപരമായി വരുന്ന ജൂലൈ 13-ാം തീയതി വലിയ ഒരു മാറ്റമാണ് നടക്കുവാൻ പോകുന്നത്. അതാണ് മഹാശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം. ജൂലൈ 13 മുതൽ നവംബർ 28 വരെയും, അതായത് 4.5 മാസക്കാലത്തോളം ശനി വക്രഗതിയിൽ അഥവാ പുറകോട്ട് സഞ്ചരിക്കുന്നു. ഈ വർഷം മാർച്ച് മാസം 29-ാം തീയതിയാണ് ശനിയുടെ രാശിമാറ്റം നടന്നത്. അന്നേ ദിനം ശനി മീനരാശിയിലേക്ക് പ്രവേശിച്ചു. ശനി മീനരാശിയിൽ പ്രവേശിച്ചപ്പോൾ അത് പല രാശിക്കാർക്കും വളരെ പ്രതികൂലമായും ദോഷകരമായും ബാധിച്ചു. എന്നാൽ ജൂലൈ 13-ാം തീയതി ആരംഭിച്ച് തുടർന്ന് നവംബർ 28 വരെയും നീളുന്ന ഈ ശനിയുടെ വക്രസഞ്ചാരം നിലവിൽ ശനിദോഷം അനുഭവിക്കുന്ന ആ രാശിക്കാർക്ക് ആ ദോഷങ്ങളെയെല്ലാം നീക്കി ഗുണാനുഭവങ്ങളെ നൽകുന്നു. നിലവിൽ ശനിദോഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ ശനിയുടെ വക്രഗതിയാൽ ആ ദോഷങ്ങൾ നീങ്ങി ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത് 7 രാശിക്കാർക്കാണ്. ആ 7 രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇവിടെ നാം കാര്യകാരണസഹിതം വിശകലനം ചെയ്യുന്നത്. ശനിയുടെ വക്രസഞ്ചാരം മൂലം ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരുന്ന 4ാമത്തെ രാശിക്കാർ കന്നിക്കൂറുകാരാണ്. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ശനി നിലവിൽ ഈ കൂറുകാരുടെ 7ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. അതായത് ഈ കൂറുകാർ 2.5 വർഷക്കാലം നീളുന്ന കണ്ടകശനിയിലൂടെ നീങ്ങുന്നു. 7ാം ഭാവം എന്നത് കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. പ്രണയം, വിവാഹം, ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഈ 7ാം ഭാവം. ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ, കളത്ര പുത്രവിരഹം, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യതയുള്ള കാലമാണ് ഇത്. ഭാര്യാഭർത്തൃബന്ധത്തിൽ വിശ്വാസ്യതയ്ക്ക് പല കാരണങ്ങളാലും വിള്ളൽ വീഴാനും അതുവഴി കുടുംബ ബന്ധങ്ങളിൽ മാനസികമായ അകൽച്ച, വിരഹം എന്നിവയും വരാവുന്ന കാലമാണ് ഇത്. കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും ബിസിനസ്സിലും എല്ലാം പലവിധത്തിലുള്ള പ്രതിസന്ധികൾ, പരാജയങ്ങൾ എന്നിവയ്ക്കെല്ലാം സാധ്യതയുള്ള കാലവും കൂടിയാണ് ഇത് എന്ന് അറിയുക. കൂടാതെ ജീവിത പങ്കാളിക്ക് രോഗാരിഷ്ടതകൾ, മനപ്രയാസങ്ങൾ എന്നിവയും ഈ സമയത്ത് വന്നുചേരാം. അപ്പോൾ ശനി ഈ വിധം ദുരിതങ്ങൾ നൽകുന്ന നിലവിലെ ഈ പ്രതികൂല സാഹചര്യത്തിൽ വക്രഗതിയിൽ ശനി സഞ്ചരിക്കുന്ന വരാൻ പോകുന്ന 4.5 മാസ കാലയളവ് ഈ കൂറുകാർക്ക് വളരെ ആശ്വാസമേകുന്ന ഒന്നാകും. കൂടാതെ ഗുണാനുഭവങ്ങളെയും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഇവർക്ക് നൽകും. പ്രധാനമായും പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളും പ്രതിസന്ധികളും പതുക്കെ നീങ്ങും. കുടുംബത്തിൽ ഐക്യം, സമാധാനം, ക്ഷേമം എന്നിവ കൈവരും. കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ എന്നിവരുമായി ഊഷ്മളമായ ബന്ധം പുലർത്താനാകും. കൂടാതെ തൊഴിൽ രംഗത്ത് ഉയർച്ച, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി എന്നിവ കൈവരികയും ചെയ്യും. സാമ്പത്തികമായ പ്രതിസന്ധികളും ഈ സമയത്ത് ഒഴിഞ്ഞ് ധനപരമായ പുരോഗതി, ധനാഗമം എന്നിവ ഉണ്ടാകും. 7ാം ഭാവം ബിസിനസ്, മറ്റ് വ്യാപാര സംരംഭങ്ങൾ എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ 7ാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉടലെടുത്ത കഷ്ടനഷ്ടങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്നിവയ്ക്ക് അറുതി വരികയും പുരോഗതിയുടെയും ലാഭത്തിൻ്റെയും പാതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. കൂടാതെ ശനി എന്നത് കന്നിക്കൂറുകാരുടെ 5ാം ഭാവാധിപനും 6ാം ഭാവാധിപനുമാകുന്നു. 5ാം ഭാവം എന്നത് സന്താനങ്ങൾ, ഉപാസനാമൂർത്തികൾ, ഷെയർ, ഊഹക്കച്ചവടം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. അതുകൊണ്ട് തന്നെ ഷെയർ, ഊഹക്കച്ചവടം എന്നീ സംരംഭങ്ങളിൽ ഏർപ്പെട്ടവർക്ക് അപ്രതീക്ഷിതമായ ധനാഗമം ഈ സമയത്ത് ഉണ്ടാകും. 6ാം ഭാവാധിപൻ വക്രഗതിയിൽ അനിഷ്ടഭാവമായ 7ൽ നിന്നും പുറകോട്ട് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ 6ാം ഭാവത്തിന് നേരെയുള്ള പാതയിലാണ് സഞ്ചരിക്കുക എന്നർത്ഥം. തൽഫലമായി ഈ കൂറുകാർക്ക് ശത്രുനാശം, വർദ്ധിച്ച അളവിൽ ഊർജം, ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരും. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും നേരിട്ട് ഇവർ വിജയത്തിലും ലക്ഷ്യത്തിലും എത്തിച്ചേരുകയും ചെയ്യും. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ശനിയുടെ ഈ വക്രസഞ്ചാരം തീർച്ചയായും വലിയ ഒരു അളവിൽ ആശ്വാസവും അനുഗ്രഹവും ഊർജവും എല്ലാം പകരുന്ന ഒന്നാകും. ഗ്രഹനിലയിൽ ശനിയുടെ ക്ഷേത്രബലം, ഭാവബലം, ശുഭപാപയോഗങ്ങൾ എന്നിവയ്ക്ക് അനുസരിച്ച് ഗുണാനുഭവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാവുന്നതാണ്. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.